സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും നിന്റെ വല്യേട്ടൻ കൈവിട്ടപ്പോ നിനക്ക് ജോലി ചെയ്ത് ഈ വീട് നോക്കണമെന്നുള്ള ചിന്തയെങ്കിലും ഉണ്ടായല്ലോ. ദേ ഇരിക്കുന്നു എന്റെ രണ്ടാമത്തെ മകൻ. ദിവസവും കുളിച്ച് കുപ്പായിട്ട് ഏട്ടന്റെ കടയിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ വീട്ടിലൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഞാനും കൂടി കടയിൽ ജോലി ചെയ്യുന്നോണ്ടാ ഇന്ദിരേട്ടൻ ഈ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഒരു കുറവും കൂടാതെ നോക്കുന്നത്. ഇനി മുതൽ അത് വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെന്താടാ, നിനക്ക് നിന്റെ അമ്മയും അനിയത്തെ നോക്കാനുള്ള കടമയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ആ കടമയാണ് ഞാൻ ഏട്ടന്റെ ഒപ്പം ചേർന്ന് ചെയ്യുന്നത്. ഏട്ടനെ മാറ്റി നിർത്തി നിങ്ങളെ ഒറ്റയ്ക്ക് സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി തൽക്കാലം എനിക്കില്ല. അമ്മ ഇതിനാ സത്യേട്ടന്റെ കാല് പിടിക്കാൻ പോകുന്നേ? എനിക്കൊരു 25,000 രൂപയെങ്കിലും സാലറി ഉള്ള ഒരു ജോലി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒതുങ്ങി ജീവിക്കാം. എന്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം. കേട്ടില്ലടാ, കേട്ടില്ലേ? സ്വന്തം അനിയത്തി വീട് നോക്കാൻ ജോലിക്ക് പൊയ്ക്കോളാന്ന് പറയുമ്പോ വേണ്ടടി, നിന്റെ ഏട്ടൻ നോക്കിക്കോളെ എല്ലാം എന്ന് വീറോടെ പറയേണ്ടവനാ നീ. എന്നിട്ട് പഴം വിഴുങ്ങി കണക്കെ മിണ്ടാതിരിക്കുക. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ. ശരിയാ, അമ്മയുടെ മകനായിട്ട് ജനിച്ചിട്ടും അമ്മയുടെ വീറും വാശിയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അഥവാ അതൊക്കെ എന്റെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ അമ്മയും മകളും ഇപ്പൊ കളിക്കുന്ന ഈ നാടകം ഉണ്ടല്ലോ, ഇതൊന്നും സത്യന്റെ അടുത്ത് ചെലവാകാൻ പോകുന്നില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ദിരേട്ടനോട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ജീവിതത്തിൽ സുഖവും സന്തോഷം കൂടിപ്പോയതിന്റെ നെഗളിപ്പാ നിങ്ങൾക്ക് രണ്ടുപേർക്കും. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോ അതങ്ങ് മാറിക്കോളും. മാറടി. ഇതെന്തതയെ 2 ചായ ഉണ്ടാക്കിയുള്ളോ? അതെ, ആർക്കൊക്കെ ചായ വേണോന്ന് എനിക്കറിയില്ലല്ലോ. ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നിനക്കറിയില്ലേ? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. കണ്ടില്ലേ അഹങ്കാരം? ഇതാണ് അവൻ ഇന്നലെ പറഞ്ഞത്, രാവിലെ ദയ ഓക്കെ ആയിരിക്കുമെന്ന്. പോട്ടെ ചേച്ചി, ദയ താഴെ ഇറങ്ങി വന്ന് ചായ ഉണ്ടാക്കിയല്ലോ, ഇനി എല്ലാം ശരിയായിക്കോളും. ശരിയാവും ശരിയാവും. 2 കപ്പ് ചായ ഉണ്ടാക്കിയപ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ താമസിയാതെ അവൾ ഈ വീട് മൊത്തം ശരിയാക്കും. ആദ്യമായിട്ടല്ലേ ചേച്ചി, ഇത് നമുക്കങ്ങ് ക്ഷമിക്കാം. അവിടെ വെക്കരുതേ, എനിക്കിതങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. വന്നു കയറിയ വീട്ടില് ഒരു പെണ്ണ് കാണിക്കാൻ പാടില്ലാത്ത അഹങ്കാരമാ അവൾ ഈ കാണിച്ചു വച്ചിരിക്കുന്നത്. ഇത് അവള് തന്നെ ക്ലീൻ ചെയ്യണം. അവന് ചായ കൊടുത്തിട്ട് അവളിങ്ങ് വരട്ടെ. അതുവരെ നീ തൊട്ടുപോവരുത്.
താഴെ പോയി ചായ ഉണ്ടാക്കിയോ? താങ്ക്സ്. കൊള്ളാം, നല്ല ചായ. താങ്ക്സ്. ഇന്നലെ രാത്രിയില് ഞാൻ കഴിച്ചു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് ഉറങ്ങിയത്? ഉറക്കം വന്നതുകൊണ്ട് ഉറങ്ങി. ശരിയാ, രാത്രിയായ ആർക്കായാലും ഉറക്കം വരും. പകൽ ഉറക്കം വരും. അല്ല, ഇന്നെനിക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം. ഞാൻ പോവാതിരിക്കട്ടെ? ശബരി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ചേച്ചി എന്തിനാണാവോ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ താഴെ പോയി ചായ എടുത്തില്ലേ, അതിനെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറയാനായി. ശബരി, നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശബരി, ശബരി, വരുന്ന ചേച്ചി, എന്താ കാര്യം? നിന്റെ ഭാര്യ എവിടെ? ഭർത്താവിന് രാവിലെ ഒരു ഗ്ലാസ് ചായ തന്നതോടുകൂടി അവളുടെ കർത്തവ്യം കഴിഞ്ഞു കാണും അല്ലേ? എന്റെ ചേച്ചി എന്തിനെങ്ങനെ ബഹളം വെക്കുന്നേ? ഇതുവരെ ദയ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നില്ലെന്നായിരുന്നല്ലോ ചേച്ചിയുടെ പരാതി. അത് കഴിഞ്ഞില്ലേ? ഇനി ദയ ഓരോന്നോരോന്നായി ചെയ്തു തുടങ്ങും. അയ്യോ, ഇങ്ങനെയാണെങ്കി അവൾ ഇവിടെ ഒന്നും ചെയ്യണ്ടായേ. നിന്റെ ഭാര്യ രാവിലെ ചെയ്ത ജോലിയുടെ ഗുണവധികാരം ഞാൻ നിനക്ക് കാണിച്ചു തരാം. പാടാ ഇവിടെ. വേണ്ടേച്ചി, അത് വിട്ടേക്ക്. എന്തിനാ വെറുതെ ശബരി അതൊക്കെ കാണിക്കുന്നേ? നീ അങ്ങോട്ട് മാറി നിൽക്കാനിതേ. ഇവനല്ലാതെ വേറെ ആരാ ഇതൊക്കെ കാണണ്ടേ? മാറങ്ങോട്ട്, പാടാ. ദാ നോക്ക്, നിന്റെ ഭാര്യ 2 കപ്പ് ചായ ഉണ്ടാക്കിയിട്ട് പോയതിന്റെ ശേഷിപ്പായി കാണുന്നത്. അവള് തിരിച്ചു വന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യുമെന്ന് വിചാരിച്ച് കുറച്ചു സമയം ഞാൻ കാത്തു നിന്നു. പിന്നെ മനസ്സിലായി ഇത് നല്ല അമ്മ വളർത്താത്തതിന്റെ കുഴപ്പമാണെന്ന്. ചേച്ചി, ഇത് ഞാൻ ക്ലീൻ ചെയ്തോളാം, അതുപോരെ? എന്നാലും നീ നിന്റെ ഭാര്യയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലെന്നാണോ? ഞാൻ അവളെ ഇവിടുത്തെ വേലക്കാരിയായിട്ടല്ലല്ലോ ചേച്ചി കൊണ്ടുവന്നത്, എന്റെ ഭാര്യയായിട്ടല്ലേ. ആദ്യം അവൾ എന്റെ ഭാര്യ ആവട്ടെ, അതിനുശേഷം ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിച്ചോളാം. ശബരി, വേണ്ട, നീ ഇതൊന്നും ചെയ്യണ്ട. വാസന്തേച്ചി പറഞ്ഞോണ്ടാ ഞാൻ ഇതൊന്നും തൊടാണ്ടിരുന്നത്. നീ ഇങ്ങോട്ട് മാറിക്ക്. കുഴപ്പമില്ല ഏട്ടത്തി, എനിക്കിതൊക്കെ ചെയ്ത് ശീലമുള്ളതല്ലേ. ആ ശീലൊന്നും ഇപ്പൊ നീ ഇവിടെ എടുക്കണ്ട. ശബരി പോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോ ശബരി. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി വിളിച്ച് കാണിച്ചതൊന്നുമല്ല. നിന്റെ അവളുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാ. ഇന്ന് ആദ്യമായിട്ടാ അവൾ ഈ അടുക്കള കയറുന്നത്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു വെക്കൂടി ചെയ്തപ്പോ എനിക്ക് സഹിച്ചില്ല. സാരമില്ല ചേച്ചി, എല്ലാം ശരിയാവും. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ദയക്ക് ഇതുവരെ നമ്മൾ ആരുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കുറച്ചുകൂടെ സമയമെടുക്കും. അതുവരെ ചേച്ചി എന്നെ ഓർത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതി. ദേ തലകുളിക്കാതിരുന്നപ്പോ നീ പറഞ്ഞില്ലേ അനിതേ, അവര് തമ്മില് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായി കാണില്ലെന്ന്? അത് ശരി തന്നെയാ. ഇപ്പോ അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആദ്യം അവൾ അവന്റെ ഭാര്യയാവട്ടെ എന്ന്. അതിന്റെ അർത്ഥം ഇതുവരെ അവരങ്ങനെ ജീവിച്ചു തുടങ്ങിയിട്ടില്ലെന്നല്ലേ?
ഇന്ദ്രേട്ടൻ കടയിൽ പോകുമ്പോ ഞാനും കൂടെ വരട്ടെ. നമുക്ക് എന്റെ വീട്ടിൽ പോയി അച്ഛനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഇന്ദ്രേട്ടന്റെ കാർ അവിടെ കിടക്കുകയല്ലേ, അതുകൂടെ എടുത്തിട്ട് വരാം. വണ്ടി എടുക്കാൻ ഞാൻ ഡ്രൈവറെ അയക്കാൻ തീരുമാനിച്ചിരിക്കുക. നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഡ്രൈവറുടെ കൂടെ ഓട്ടോയിൽ പോയി ആ വണ്ടി എടുത്തിട്ട് വന്നാൽ മതി. എന്താ നോക്കി പഠിപ്പിക്കുന്നത്? ഞാൻ എന്തായാലും അടുത്ത കാലത്തൊന്നും നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. എനിക്ക് എന്റെ അമ്മയെ കൊലയ്ക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് പോകുന്നത് ഇന്ദ്രേട്ടന്റെ അമ്മയെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണെങ്കിൽ ഇനി ഒരിക്കലും ഇന്ദ്രേട്ടൻ ആ വീട്ടിലേക്ക് പോവരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. അമ്മയുടെ മനസ്സൊന്നും തണുക്കുന്നവരെ എനിക്ക് നിന്റെ കുടുംബമായിട്ടൊന്നും വിട്ടു നിന്നേ പറ്റൂ. അതുകൊണ്ട് മാത്രം ഇന്ദ്രേട്ടന്റെ അമ്മയുടെ മനസ്സ് തണുത്തില്ലെങ്കിൽ ഇന്ദ്രേട്ടൻ എന്നെ ഒഴിവാക്കുവോ? നീ എന്തിനെങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ഞാനും എന്റെ അമ്മയെ അകന്ന് കാണണമെന്നാണോ നിന്റെയും ആഗ്രഹം? ഞാനെന്നല്ല, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളും അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനും ഇന്ദ്രേട്ടനും തമ്മില് അകന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഇപ്പൊ ഇന്ദ്രേട്ടന് ചുറ്റുമുണ്ട്. ഇന്ദ്രേട്ടനിപ്പോ അവരുടെ വലയിൽ കുടുങ്ങിയിരിക്കുവാ. അനു, സൂക്ഷിച്ച് സംസാരിക്കണം. ആരുടെങ്കിലും വലയിൽ കുടുങ്ങി കൈകാലിട്ടടിക്കാൻ മാത്രം നിലപാടില്ലാത്തവനൊന്നും അല്ല ഞാൻ. എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഉണ്ട്. ഇപ്പൊ എന്റെ തീരുമാനം എന്റെ അമ്മയുടെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കാന്നുള്ളതാ. അതിനുവേണ്ടി എന്റെ ഭാര്യയായി നിന്നെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തില്ല. എന്നാ ബാക്കി എന്തും എനിക്ക് എന്റെ അമ്മയും നീയും കഴിഞ്ഞേ ഉള്ളൂ. ശരി ഇന്ദ്രേട്ട, അമ്മയ്ക്ക് ശേഷം എന്നെ കൂടെ ഉൾപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഒന്ന് ഇന്ദ്രേട്ടന് ഓർക്കണം, ഇന്നലെ മണിക്കൂറുകളോളം ഈ ഉമ്മറത്ത് നമ്മളെ കാത്തിരുന്ന് തിരിച്ചുപോയ ആ മനുഷ്യനെ ഇന്ദ്രേട്ടന് ഇതുവരെ വിളിച്ചിരുന്നത് അച്ഛനെന്നാ. ആ വാക്കിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള ദയെങ്കിലും ഇന്ദ്രേട്ടൻ കാണിക്കണം. അത് നിനക്കും ആവല്ലോ. എന്റെ കുറെ അധികം പ്രശ്നങ്ങള് നീ മനസ്സ് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ നീ അത് ചെയ്യില്ല. അത് എന്നിൽ നിന്നും എന്റെ അമ്മയെ അകറ്റാനുള്ള ബുദ്ധിയാണെന്ന് ഞാൻ പറഞ്ഞാലോ? ഇനി അതൊക്കെ പറയേണ്ട കാര്യം എന്താ? ഇന്ദ്രേട്ടൻ അതിനെല്ലാം എതിരെ പ്രവർത്തിച്ചു കാണിക്കാൻ പോവല്ലേ? അതാണ് ശരിയെന്ന് ഇന്ദ്രേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോ. പക്ഷെ പെറ്റമ്മയ്ക്ക് വേണ്ടി ഇത്രമാത്രം മനസ്സർപ്പിക്കുന്ന മകനോട് എന്തെങ്കിലും ആ അമ്മ മകന് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോന്ന് കൂടി ഇന്ദ്രേട്ടനൊന്ന് ഓർക്കണം. എന്താടാ നീ പറയുന്നേ? സോന ജോലിക്ക് ശ്രമിച്ചിരുന്നോ? അതെ ഏട്ടാ. എക്സാം കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറുന്നുള്ള വാശിയില്ല അവള്. അവൾ എന്താണ് ഇങ്ങനെ? അമ്മയെക്കാളും വലിയ വാശിയാണല്ലോ ചില നേരത്തെ അവക്ക്. ഞാൻ ഏട്ടനോട് പറഞ്ഞതല്ലേ അമ്മയുടെ തനി പകർപ്പായിട്ടാ സോന വരുന്നതെന്ന്. ഇതൊക്കെ നമ്മൾ വകവെച്ച് കൊടുത്തിട്ടാ. എന്നാലും അവൾ എന്നോട് ഇങ്ങനെ വീട്ടിൽ വെച്ച് കാണിച്ചൊക്കെ പോട്ടെ. ഞാനുള്ളപ്പോ അവള് ജോലിക്ക് പോന്ന് വെച്ചാ ഇതിനാണോ ഞാൻ അവൾ ഇത്രയും പഠിപ്പിച്ചത്? ഏട്ടനെ എങ്ങനെയെങ്കിലും മുട്ടുകുത്തിക്കുക, അതാ അവളുടെ അമ്മയുടെ ലക്ഷ്യം. രണ്ടുപേരും കൂടി ഏട്ടന് എല്ലാ മാസവും ഇനി വീട്ടുവാടക കൂടി കൊണ്ടുതരും. എന്നെ അതിനൊന്നും കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊന്നും താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സത്യം. ഇപ്പൊ തന്നെ മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുക ഞാൻ. അമ്മയും അനിയത്തിയും ഏറ്റവും നന്നായിട്ട് നോക്കണമെന്ന് ആഗ്രഹിച്ച എനിക്ക് തന്നെ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇത് അവരുടെ ഒരു ഗൂഢാലോചനയാണെന്ന് ഏട്ടൻ തിരിച്ചറിയണം. അതിന്റെ വിലയെ കൊടുക്കാവൂ. ഏട്ടൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നിയാ അവരൊതുങ്ങി മാറിക്കോളൂ. എന്റെ ഒരു സഹായം വേണ്ടെന്ന് വെച്ച് അമ്മയും സോനയും ജോലിക്ക് പോയി ജീവിക്കുന്നത് എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ സത്യ? ഞാൻ അമ്മയുടെ മൂത്ത മോനല്ലേ.
നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട ചുമതല എനിക്കല്ലേ? ഞാൻ ഭാര്യയോടൊപ്പം സുഖമായി ജീവിക്കുക. എന്റെ അമ്മയും പെങ്ങളും സ്വന്തം വീട്ടിൽ വാടകക്കാരായി നിന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുക. എന്റെ ഏട്ടാ, ഇതൊന്നും ഏട്ടൻ വരുത്തി വെച്ചതല്ലോ. അവരായിട്ട് പ്ലാൻ ചെയ്ത് നടത്താൻ പോകുന്ന പദ്ധതികളല്ലേ. അവര് നടത്തി വിജയിപ്പിച്ച് കാണിക്കട്ടെ ഏട്ടാ. ഞാൻ അതിനെ കാത്തിരിക്കുന്നേ. നിനക്കതിന് പറ്റും സത്യ. പക്ഷെ അമ്മയുടെ മുഖം ഒന്ന് കറുത്ത എന്റെ മനസ്സിന്റെ വെളിച്ചം കെടും. അത്രമാത്രം നമ്മുടെ അമ്മയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവനാ ഞാൻ. സത്യം പറഞ്ഞ അമ്മയുമായിട്ട് പിണങ്ങി കഴിയുമ്പോ എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാ. കൂടിയ ഒരു 10 ദിവസം. അതിനപ്പുറം ഒന്നും എനിക്ക് അമ്മയുമായി അകന്നു കഴിയാനാവില്ല സത്യ. ഏട്ടന്റെ ഈ മനസ്സിനെയാണ് അമ്മയെ സോനയും കൂടി ചൂഷണം ചെയ്യുന്നെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം തോന്നുന്നത്. ഇതിലവരെന്തെങ്കിലും അനുഭവിക്കും, അതുറപ്പാ. ഏയ്, അങ്ങനെ പറയില്ല സത്യ. അമ്മ ഇത്രമാത്രം എന്നെ വെറുത്തതിന് ഞാൻ തന്നെ കാരണക്കാരൻ. അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് ചെറിയൊരു കാര്യം മാത്രമായിരുന്നു. അതുപോലെ എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കാൻ പാടില്ലായിരുന്നു. അതെന്റെ ഭാഗത്തുണ്ടായ വലിയൊരു തെറ്റ് തന്നെയാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഏട്ടാ, അതേടാ, ആ തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടായാലും അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പ് അകൽച്ച് മാറ്റിയെടുക്കണം. അമ്മ കൈവിട്ട പിന്നെ ഇന്ദ്രനില്ല. എനിക്ക് ഞാനായിട്ട് ജീവിക്കണമെങ്കിൽ അമ്മയുടെ മനസ്സ് എന്നും എന്റെ കൂടെ തന്നെ വേണം സത്യ. ശബരി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കട്ടെ. കഴിച്ചിട്ടല്ലേ പോണേ? അതേ ഏട്ടത്തി, കഴിക്കാം. ദയ വരൂ, പ്ലേറ്റ് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം. ചെല്ല് ദയേ, അനതേടത്തേക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ. ചെല്ല്. എടാ ശബരി, പൊളിച്ചടാ. സൂപ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്. 100 ദിവസം കണ്ണും പൂട്ടി പറക്കും. ഇത്തവണ 500 കോടി ലാലേട്ടൻ പിടിച്ചിരിക്കും. നിങ്ങൾ ഇത്ര രാവിലെ പോയി പടം കണ്ടോ? പിന്നെ കാണാതെ. രാവിലെ 6 മണിക്ക് ഫാൻസ് അസോസിയേഷന് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു മോനെ ദിനേശ, താരരാജാവിന്റെ ഇതുവരെ കാണാത്തൊരു പുതിയ മുഖം. ഏട്ടൻ നല്ല ഫോമിലാണല്ലോ. പറയാതിരിക്കാൻ പറ്റില്ല ശബരി. ലാലേട്ടൻ തകർത്തു, ഒരു രക്ഷയില്ല, മിന്നിച്ചു. അശോകേട്ടന് കുറച്ച് ദിവസത്തേക്ക് ജോലിയായല്ലോ. ഫാൻസ് അസോസിയേഷന്റെ മേഖലാ പ്രസിഡന്റ് അല്ലേ? യെസ്, ഞങ്ങൾ ഫാൻസുകാർ കാത്തിരുന്ന വിജയമാണിത്. എന്ന് വെച്ച് ഒരുപാടങ്ങ് ചെറിയണ്ട അശോകേട്ടാ, ഒളുക്കും. ശബരി, ഞാൻ നിനക്കും ദയക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ പോവാ. എന്താണാവോ പെട്ടെന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്? ലാലേട്ടന്റെ പടം ഹിറ്റ് അടിച്ചതിന്റെ വകയാണോ? അതെ, 6:30 ഷോയ്ക്കുള്ള 2 ടിക്കറ്റ്. 2 ആഴ്ചത്തേക്ക് ഓൺലൈനിൽ പോലും ടിക്കറ്റ് ഫുള്ളാ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് ഒന്നും തന്നില്ല എന്ന് വേണ്ട. പോയി നല്ല ഹണിമൂൺ മൂഡില് ലാലേട്ടനെ കണ്ടിട്ട് വാ. ഡാ അശോക, നമുക്ക് എല്ലാവർക്കും കൂടി പോവാടാ. നീ ഞങ്ങൾക്കൂടി ടിക്കറ്റ് എടുക്ക്. നടക്കില്ലേ ചേച്ചി? ഈ ടിക്കറ്റ് ആന്റണി ചേട്ടൻ നേരിട്ട് തിയേറ്ററിൽ വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കി തന്നതാ. നമുക്കൊരുമിച്ച് പിന്നെ പോയി കാണാം. ഇപ്പൊ ഇവര് പോയി എൻജോയ് ചെയ്യട്ടെന്നേ. എന്താ ദയ, സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ? പിന്നെ എനിക്ക് ലാലേട്ടന്റെ പടം ഭയങ്കര ഇഷ്ടാ. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാ. ആണോ? എന്നാ പിന്നെ അശോകേട്ട ആ ടിക്കറ്റേ ദയയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തേക്ക്. എന്നാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോ. താങ്ക്സ്. ഓ, അപ്പൊ നിനക്ക് സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ അറിയാം അല്ലേ ദയേ? സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ
നിന്റെ മുഖം അങ്ങ് തെളിഞ്ഞല്ലോ. ഹ്, സിനിമ കഴിഞ്ഞു വരുമ്പോഴും ഈ സന്തോഷം ഉണ്ടാവണം. ചേച്ചി വിടി ചേച്ചി, ദയ എല്ലാവരുമായിട്ട് അടുത്ത് വരല്ലേ. അതിനിടയ്ക്ക് ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അയ്യോ, ഞാൻ അതിന് നിന്റെ ഭാര്യ കുറ്റമൊന്നും പറഞ്ഞില്ലേ. പിന്നെ സിനിമയ്ക്ക് പോവാൻ കാണിച്ച താല്പര്യം ഈ വീടിനോടും വീട്ടുകാരോടും കാണിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ സിനിമയ്ക്ക് വരുന്നില്ല. എന്റെ ചേച്ചിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവള് ആഹാരം പോലും കഴിക്കാതല്ലേ പോയത്. അവളെ അങ്ങനെ അങ്ങ് പോവാൻ സമ്മതിച്ചിട്ടല്ലേ. ഈ ധിക്കാരം അനുവദിച്ചു കൊടുക്കാതെ വരച്ച വരെ നിർത്തണം നീ നിന്റെ ഭാര്യയെ. അശോകൻ കൊടുത്ത ടിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താടാ ഉണ്ടായേ? ഞങ്ങൾക്കൊന്നും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതല്ലേ അവളിപ്പോ ഈ അഹങ്കാരം കാണിച്ചത്. അതെ, അശോകൻ കൊടുത്ത ടിക്കറ്റ് വലിച്ചെറിഞ്ഞത് എന്തായാലും ശരിയായില്ല. ദാട്ടാ, ഈ ടിക്കറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക്. ഞങ്ങളെന്തായാലും ഇനി പോകുന്നില്ല. ശബരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. വേണ്ട ഏട്ടത്തി, വയറ് നിറഞ്ഞു. ആ, ഇതൊക്കെ വകവച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ ഇതിനൊരു തടയിട്ടില്ലെങ്കിൽ ശബരി അവളോടൊപ്പം ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും. ആ, അവനായിട്ട് വരുത്തി വെച്ച വിനയല്ലേ, അവൻ തന്നെ അനുഭവിക്കട്ടെ. അളിയും വാളിയാ, നമുക്ക് വല്ലതും കഴിക്കാം. അത് കൊള്ളാം, കഴിക്കാം.